നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് എളുപ്പത്തിൽ ചെയ്ത് കാണിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം കൂട്ടാൻ പറ്റുന്ന മുട്ട റോസ്റ്റാണ്. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് ചുമന്നുള്ളി, ചുമന്ന മുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചത് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അത് എന്തോരം വേണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തോരം മുട്ട എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു തക്കാളി ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ശരിക്കും ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് എല്ലാം കഴിക്കാൻ മടിയുള്ള പിള്ളേരെ നമ്മൾക്ക് ഇങ്ങനെ കഴിപ്പിക്കാം. അപ്പോൾ അത് ബീട്രൂട്ട് തോരൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പച്ചമുളക് ചേർത്ത് ചതച്ചേക്കുന്നതാണ്. അതുകൊണ്ട് മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയും മിക്സ് ചെയ്യുക. പൊടിയുടെ പച്ചമണം എല്ലാം പോകുന്നവരേക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ എന്താ തക്കാളിയുടെ എല്ലാം ചുവയെല്ലാം പോയിട്ടുണ്ട്. തക്കാളിയെല്ലാം ശരിക്കും വെന്ത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു മുട്ട പുഴുങ്ങി വെച്ച് ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ തന്നെ കുറച്ച് ഒരു അര സ്പൂൺ ഗരം മസാല കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട ചേർത്തിട്ട് ഗരം മസാല ചേർത്താലും മതി. അല്ല നേരത്തെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നേരത്തെ ആയാലും ചേർക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ ഒരു 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ 4 പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒരു മുട്ട 4 മുറിച്ചേക്കുവാണ്. ആ 4 മുറിച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഗ്രേവി നമുക്ക് ശരിക്ക് മുട്ടയിൽ പിടിക്കാൻ പാകത്തിന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ പണി. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ്. ഇതുപോലെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാനായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.